ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ SSC റിക്രൂട്ട്മെൻറ്റിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളാരും വീഡിയോ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ 2022 SSC റിക്രൂട്ട്മെൻറ്റ് വന്ന കാര്യത്തെ പറ്റിയിട്ട് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി തന്നെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും കണ്ടു വെക്കുക. വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസാണ് നോക്കുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ നിൽക്കേണ്ട ഒരു ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്താം. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് അക്കാഡമി എന്നാണ്. ഇതിലൂടെ നിങ്ങൾക്ക് ഡിഫൻസ് എക്സാമുകൾക്കെല്ലാം വളരെ എളുപ്പത്തിൽ തയ്യാറെടുക്കാൻ സാധിക്കുന്നതാണ്. അതായത് നമ്മുടെ NDA എക്സാം, CDS പോലുള്ള ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാമുകൾക്കെല്ലാം വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്പിലൂടെ തയ്യാറെടുക്കാൻ സാധിക്കുന്നതാണ്. ഓരോ എക്സാമുകൾക്കും സെപ്പറേറ്റ് ക്ലാസ്സുകളാണ് ഉണ്ടായിരിക്കുക. ഓരോ എക്സാമിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് അതുപോലെ തന്നെ മറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ആപ്പിലൂടെ ലഭിക്കുന്നതാണ്. ഈ ഒരു ആപ്പിലൂടെ നിങ്ങൾക്ക് എപ്പോഴും ഒരു എക്സ്പെർട്ടിൻ്റെ സഹായം ഉണ്ടാകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉടനടി ആ ഒരു എക്സ്പെർട്ടിൻ്റെ സഹായം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ആപ്പിലൂടെയുള്ള നിങ്ങളുടെ ക്ലാസ്സുകളെല്ലാം നിങ്ങളുടെ സൗകര്യാനുസരണം കേൾക്കാൻ സാധിക്കുന്നതാണ്. സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന മറ്റു ഉദ്യോഗാർത്ഥികളൊക്കെയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ സൗകര്യാനുസരണം നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സുകൾ കേൾക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ആപ്പിലൂടെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളും അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സുകളും ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ എക്സാമിൻ്റെ പ്രാക്ടീസ് സെക്ഷൻസും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ ഒരു ആപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഡിഫൻസ് എക്സാമിന് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗപ്പെടുത്തേണ്ടതാണ്. വളരെയധികം ഹെൽപ്ഫുൾ ആവുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ഡൗൺലോഡ് ചെയ്യാനുള്ള ഡയറക്റ്റ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ ചെറിയൊരു ഫീസ് വരുന്നതാണ്. ആ ഒരു ഫീസിൽ നിന്നും ഓഫർ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനലിൻ്റെ കോഡ് ഉപയോഗിച്ചാൽ മതി. കോഡ് അസ്ലം ASLAM. ഈ ഒരു കോഡ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു ഫീസിൽ നിന്നും ഓഫർ ലഭിക്കുന്നതാണ്. അപ്പോൾ എക്സാമിന് തയ്യാറെടുക്കുന്നവർ നിർബന്ധമായിട്ടും ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നോക്കേണ്ടതാണ്. അതുപോലെ തന്നെ അക്കാഡമിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന കോഡ് സ്കാൻ ചെയ്യുക, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് അക്കാഡമി എക്സ്പേർട്ടുമായിട്ട് ചാറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. ഓൺലൈൻ വഴി www.ssc.nic.in ഈ ഒരു സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഈ ഒരു സൈറ്റിൽ 1 ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് ഉള്ളവർക്ക് അക്കൗണ്ട് വഴിയിട്ട് എളുപ്പത്തിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അക്കൗണ്ട് ഇല്ലാത്തവർക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ശേഷം മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിനുശേഷം ആ ഒരു അക്കൗണ്ടിലൂടെ എങ്ങനെയാണ് അപേക്ഷിക്കുന്നത് എന്നാണ് നോക്കുന്നത്. അപേക്ഷിക്കുന്നതിനായിട്ട് നിങ്ങൾ ആദ്യം SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകേണ്ടതുണ്ട്. ഇതാണ് SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റിന് വലത്തേ സൈഡിലായിട്ട് ന്യൂ യൂസർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ആദ്യം ബേസിക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഫിൽ ചെയ്യേണ്ടതാണ്. ഇവിടെ ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് ആധാർ കാർഡ് ഉണ്ടോ എന്നാണ്. ഡു യു ഹാവ് ആധാർ എന്നാണ്. ആധാർ കാർഡ് ഉള്ളവർ യെസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. യെസ് എന്ന് കൊടുക്കുന്നവർ തൊട്ട് താഴെ ആധാർ കാർഡിൻ്റെ നമ്പർ എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴെ അവർ ആധാർ കാർഡിൻ്റെ നമ്പർ വെരിഫൈയും ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ടൈപ്പ് ഓഫ് ID ആണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ID കാർഡ് അവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം തൊട്ട് താഴെ ആ ഒരു ID കാർഡിൻ്റെ നമ്പരും എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ നിങ്ങളുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേര് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ പേര് വെരിഫൈ ചെയ്യാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേര് ഒന്നും കൂടി അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ പേര് ചേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ ചേഞ്ച് ചെയ്തിട്ടുള്ളവർ യെസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. യെസ് എന്ന് കൊടുക്കുന്നവർക്ക് തൊട്ട് താഴെ ഒരു ഓപ്ഷൻ വരുന്നതാണ്. അപ്പോൾ അത് ഫിൽ ചെയ്യേണ്ടതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഫാദേഴ്സ് നെയിം ആണ്. അപ്പോൾ നിങ്ങളുടെ ഫാദറിൻ്റെ പേര് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ വെരിഫൈയും ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴെയായിട്ട് മദേഴ്സ് നെയിം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മദറിൻ്റെ പേരും അവിടെ എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ്. തൊട്ട് താഴെ വെരിഫൈ ചെയ്യാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതും വെരിഫൈ ചെയ്യേണ്ടതാണ്. അതിനുശേഷം അടുത്തതായിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ സെലക്ട് ചെയ്യുക.
അതിനുശേഷം തൊട്ട് താഴെ ആ ഒരു ഡേറ്റ് ഓഫ് ബർത്തും വെരിഫൈ ചെയ്യേണ്ടതാണ്. അതിനുശേഷം അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് 10ാം ക്ലാസ്സിൻ്റെ എക്സാമിനേഷൻ ഡീറ്റെയിൽസ് ആണ്. ഏത് എഡ്യൂക്കേഷൻ ബോർഡിന് കീഴിൽ നിന്നാണ് 10ാം ക്ലാസ് പഠിച്ച് പാസ്സായിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പഠിച്ച് പാസ്സായിട്ടുള്ള ഏത് ബോർഡാണോ ആ ഒരു ബോർഡ് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ഒരു ബോർഡ് വെരിഫൈയും ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴെ റോൾ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ റോൾ നമ്പർ അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ റോൾ നമ്പർ വെരിഫൈ ചെയ്യാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതും വെരിഫൈ ചെയ്യുക. അതിനുശേഷം ഇയർ ഓഫ് പാസിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇയർ ഓഫ് പാസിംഗ് അവിടെ സെലക്ട് ചെയ്യുക. തൊട്ട് താഴെ അതും വെരിഫൈ ചെയ്യേണ്ടതാണ്. അതിനുശേഷം അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് ജെൻഡറാണ്. അപ്പോൾ നിങ്ങളുടെ ജെൻഡർ അവിടെ സെലക്ട് ചെയ്യുക. തൊട്ട് താഴെ വെരിഫൈയും ചെയ്തിരിക്കേണ്ടതാണ്. അടുത്തായിട്ട് വെച്ചിരിക്കുന്നത് ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. അപ്പോൾ നിങ്ങളുടെ ലെവൽ ഏതുവരെ ഉണ്ടോ അത് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ മൊബൈൽ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ വെരിഫൈയും ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഇമെയിൽ ID ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ ID അവിടെ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ വെരിഫൈയും ചെയ്തിരിക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാം എൻ്റർ ചെയ്ത ശേഷം കറക്റ്റാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. കറക്റ്റാണ് എങ്കിൽ സേവ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇപ്പോൾ നിലവിൽ നിങ്ങൾ നൽകിയിട്ടുള്ള ഇമെയിൽ ID അതുപോലെ തന്നെ ഫോൺ നമ്പറിലേക്ക് യൂസർ നെയിമും പാസ്വേഡും ലഭിക്കുന്നതാണ്. ആ ഒരു യൂസർ നെയിമും പാസ്വേഡും ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത് ക്ലോസ് ചെയ്ത ശേഷം നിങ്ങൾ വീണ്ടും ഹോം പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഹോം പേജിൽ നിങ്ങൾക്ക് യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങളുടെ ഇമെയിൽ IDയിലേക്ക് അല്ലെങ്കിൽ ഫോൺ നമ്പറിലേക്ക് വന്നിട്ടുള്ള ആ ഒരു യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ഒരു ക്യാപ്ച കോഡ് കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യേണ്ടതാണ്. ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ആദ്യം പാസ്വേഡ് ചേഞ്ച് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പാസ്വേഡ് ഇവിടെ ചേഞ്ച് ചെയ്യേണ്ടതാണ്. ആദ്യം ഓൾഡ് പാസ്വേഡാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നിങ്ങളുടെ മെയിലിലേക്ക് അല്ലെങ്കിൽ ഫോൺ നമ്പറിലേക്ക് വന്നിട്ടുള്ള പാസ്വേഡാണ് അവിടെ ആദ്യം എൻ്റർ ചെയ്യേണ്ടത്. അതിനുശേഷം ന്യൂ പാസ്വേഡിൻ്റെ അവിടെ നിങ്ങൾ പുതിയതായിട്ട് ഒരു പാസ്വേഡ് എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴെ കൺഫേം പാസ്വേഡിൻ്റെ അവിടെ നിങ്ങൾ പുതുതായിട്ട് എൻ്റർ ചെയ്ത ആ ഒരു പാസ്വേഡ് ഒന്നും കൂടി കൺഫേം ചെയ്യേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴെ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വീണ്ടും റീലോഡായിട്ട് SSCയുടെ മെയിൻ പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒന്നും കൂടെ നിങ്ങളുടെ യൂസർ നെയിമും പുതിയ പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യേണ്ടതാണ്. ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ആദ്യം നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ആണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഓൾറെഡി തന്നെ എൻ്റർ ചെയ്തതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ അഡീഷണൽ ആൻഡ് കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ കാറ്റഗറിയാണ്. അപ്പോൾ നിങ്ങളുടെ കാറ്റഗറി ഏതാണോ അത് ഇവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ വെരിഫൈയും ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴെ നാഷണാലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. നാഷണാലിറ്റി അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്കാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബോഡിയിലുള്ള ഏതെങ്കിലും ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം അടുത്തായിട്ട് വെച്ചിരിക്കുന്നത് എന്തെങ്കിലും ഡിസേബിലിറ്റീസ് ഉണ്ടോ എന്നാണ്. ഡിസേബിലിറ്റീസ് ഉള്ളവർ യെസ് എന്ന് എടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് എടുക്കുക. യെസ് എന്ന് എടുക്കുന്നവർ തൊട്ട് താഴെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഫിൽ ചെയ്യേണ്ടതാണ്. ഇനി അടുത്ത 15ാമതായിട്ട് വെച്ചിരിക്കുന്നത് പെർമനൻറ്റ് അഡ്രസ്സാണ്. അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് അവിടെ ഫിൽ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, പിൻകോഡ് തുടങ്ങിയ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഫിൽ ചെയ്യേണ്ടതാണ്. അതിനുശേഷം അടുത്തായിട്ട് വെച്ചിരിക്കുന്നത് പ്രസൻറ്റ് അഡ്രസ്സ് സെയിം ആസ് പെർമനൻറ്റ് അഡ്രസ്സ് എന്നാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന അഡ്രസ്സ് തന്നെയാണോ പെർമനൻറ്റ് അഡ്രസ്സ് എന്ന്. അപ്പോൾ അതിൽ അത്തരത്തിലുള്ളവർ യെസ് എന്ന് എടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് എടുക്കുക. നോ എന്ന് എടുക്കുന്നവർ തൊട്ട് താഴെ പ്രസൻറ്റ് അഡ്രസ്സും കാര്യങ്ങളെല്ലാം ഫിൽ ചെയ്യേണ്ടതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ സേവ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ ഡിക്ലറേഷനാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ് ഐ എഗ്രി എന്ന്. അതിന് തൊട്ട് മുമ്പായിട്ട് ഒരു ടിക്ക് ബോക്സ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ടിക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഫൈനൽ സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ OTP ആണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് അല്ലെങ്കിൽ ഇമെയിലിലേക്ക് വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു OTP ഇവിടെ എൻ്റർ ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിലേതെങ്കിലും ഒരു OTP ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം ആ ഒരു ക്യാപ്ച കോഡും എൻ്റർ ചെയ്ത് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇത്തരം കാര്യങ്ങൾ ചെയ്തപ്പോൾ SSCയുടെ 1 ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതാണ്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കുന്നതിനായിട്ട് ഇടത്തെ സൈഡിൽ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്.
സോ അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ നിങ്ങൾക്ക് ഒന്നാമതായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നതാണ് കോൺസ്റ്റബിൾ GD എന്ന്. അപ്പോൾ അതിൻ്റെ താഴത്തേക്ക് വരുമ്പോൾ അപ്ലൈ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് ഇടത്തെ സൈഡിലായിട്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ നേരത്തെ 1 day രജിസ്ട്രേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തപ്പോൾ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വരുന്നതാണ്. കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങൾ അധികമായിട്ട് ഫിൽ ചെയ്യേണ്ടതുണ്ട്. അതിൽ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് 14.1 ചോദ്യമാണ്. എക്സ് സർവീസ്മെൻ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളവർ യെസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. യെസ് എന്ന് കൊടുക്കുന്നവർ ശ്രദ്ധിക്കുക, തൊട്ട് താഴെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഫിൽ ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് ഏജ് റിലാക്സേഷൻ വേണമോ എന്നാണ്. അതായത് 15.1 ചോദ്യമാണ്. ഏജ് റിലാക്സേഷൻ വേണ്ടവർ യെസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. യെസ് എന്ന് കൊടുക്കുന്നവർ ശ്രദ്ധിക്കുക, തൊട്ട് താഴെ ഏജ് റിലാക്സേഷൻ കോഡ് അവിടെ സെലക്ട് ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം അടുത്ത 16.1 ചോദ്യം ഇവിടെ ചോദിച്ചിരിക്കുന്നത് NCC കാഡറ്റ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സർട്ടിഫിക്കറ്റ് ഉള്ളവർ യെസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. സർട്ടിഫിക്കറ്റ് ഉള്ളവർ ഏത് സർട്ടിഫിക്കറ്റാണ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അവിടെ സെലക്ട് ചെയ്യേണ്ടതാണ്. അടുത്ത 17ാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് പ്രിഫറൻസ് ആണ്. എക്സാം സെൻറ്റർ എവിടെയൊക്കെ വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് 3 സെൻറ്റർ വരെ ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പ്ലേസിന് അടുത്തുള്ള സെൻറ്റർ എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം സെലക്ട് ചെയ്യുക. കേരളത്തിൽ എക്സാം സെൻറ്റർ ഉണ്ടായിരിക്കുന്നതാണ്. അടുത്ത 18ാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ സ്റ്റേറ്റ് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ഒരു സ്റ്റേറ്റ് കൺഫേമും ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം 19ാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് ഡിസ്ട്രിക്റ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ അവർ ഡിസ്ട്രിക്റ്റ് കൺഫേമും ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നാണ്. മറ്റൊരു സ്റ്റേറ്റിൽ നിന്നും മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ളവർ യെസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. യെസ് എന്ന് നൽകുന്നവർ ശ്രദ്ധിക്കുക, കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അവിടെ വരുന്നതാണ്. അപ്പോൾ അതെല്ലാം ഫിൽ ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ നക്സൽ അഫക്റ്റഡ് ഏരിയ അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളവർ യെസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അതിനുശേഷം അടുത്തായിട്ട് വെച്ചിരിക്കുന്നത് ബോർഡർ ഡിസ്ട്രിക്റ്റ് ആണെന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ളവർ അവിടെ യെസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അടുത്ത 23ാമതായിട്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് പ്രിഫറൻസ് ഓഫ് പോസ്റ്റ് CAPF അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് ആണ്. അതായത് നിങ്ങളുടെ പ്രിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് പോസ്റ്റിൻ്റെ പ്രിഫറൻസ് നൽകാൻ സാധിക്കുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ പോസ്റ്റ് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പ്രിഫറൻസ് അവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് എല്ലാ പോസ്റ്റിലേക്കും നിങ്ങൾ പ്രിഫറൻസ് വെക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊക്കെ ഫോഴ്സുകളാണോ നിങ്ങളുള്ളത് അത് ആദ്യം പ്രിഫറൻസ് വെക്കുക. പ്രിഫറൻസ് ആദ്യത്തെ കോളത്തിൽ എൻ്റർ ചെയ്ത ശേഷം തൊട്ട് താഴെ അത് കൺഫേമും അല്ലെങ്കിൽ വേരിഫൈയും ചെയ്തിരിക്കേണ്ടതാണ്. പ്രിഫറൻസ് നൽകേണ്ട രീതി സ്ക്രീനിൽ കാണിക്കുന്നതാണ്. ഇത്തരത്തിൽ പ്രിഫറൻസ് സെലക്ട് ചെയ്ത ശേഷം താഴേക്ക് വരുമ്പോൾ ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡീറ്റെയിൽസ് ഓഫ് ക്വാളിഫയിങ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ്. അവിടെ നിങ്ങൾ 10ാം ക്ലാസ് സെലക്ട് ചെയ്യുക. അതല്ല ഇക്വലൻ്റ് ആണ് നിങ്ങൾ 10ാം ക്ലാസ്സിൽ പാസ്സായിട്ടുള്ളത് എങ്കിൽ ഇക്വലൻ്റ് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ 10ാം ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആദ്യം സ്റ്റാറ്റസ് ആണ്. അതിൽ പാസ്സാണെങ്കിൽ പാസ് ക്ലിക്ക് ചെയ്യുക. അപ്പിയറിംഗ് ആണെങ്കിൽ അപ്പിയറിംഗ് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഏത് ഇയറിലാണ് പാസിംഗ് ഇയർ ആയിട്ട് വരുന്നത് ആ ഒരു ഇയർ അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഏത് സ്റ്റേറ്റ് ആണോ ആ ഒരു സ്റ്റേറ്റ് അവിടെ സെലക്ട് ചെയ്യുക. അടുത്തായിട്ട് അവിടെ ബോർഡാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ബോർഡിൻ്റെ കീഴിൽ നിന്നാണ് പഠിച്ച് പാസ്സായിരിക്കുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത് അത് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം റോൾ നമ്പർ അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ പെർസെൻറ്റേജ് അല്ലെങ്കിൽ CGPA അത് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ പേഴ്സണൽ ഇൻഫർമേഷൻസ് ഫോർ ആക്സസിങ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്നാണ്. അതായത് ഇതുപോലുള്ള മറ്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസിന് നിങ്ങളുടെ പ്രൊഫൈലിൽ ഇൻഫർമേഷൻസ് ലഭ്യമാക്കണമെന്നാണ്. അപ്പോൾ അത്തരത്തിൽ വേണ്ടവർ യെസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ കറസ്പോണ്ടൻ്റ് അഡ്രസ്സാണ്. അത് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വരുന്നതാണ്. അതിനുശേഷം നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഫോട്ടോയും സിഗ്നേച്ചറും ആ ഒരു സെക്ഷനിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക 7 ജൂലൈ 2022 ശേഷം എടുത്തിട്ടുള്ള ഫോട്ടോ ആയിരിക്കേണ്ടതാണ്. അതിനുശേഷം അവിടെ 29ാമതായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതിൽ യെസ് ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഡിക്ലറേഷനാണ്. അപ്പോൾ ആ ഒരു ഡിക്ലറേഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഐ എഗ്രി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ ഒരു ക്യാപ്ച കോഡ് കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു ക്യാപ്ച കോഡ് തെറ്റാതെ തന്നെ ആ ഒരു കോളത്തിൽ എൻ്റർ ചെയ്ത് പ്രിവ്യൂ ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിവ്യൂ വരുന്നതാണ്. പ്രിവ്യൂ കറക്റ്റായിട്ട് തന്നെ വായിച്ച് നോക്കേണ്ടതാണ്. എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നതാണ്. താഴത്തേക്ക് വരുമ്പോൾ സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്തായിട്ട് വരുന്നത് ഫീസ് അടയ്ക്കാനുള്ള ഓപ്ഷനാണ്. SSC ST കാൻഡിഡേറ്റ്സ് അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഈ ഒരു സെക്ഷൻ, അതായത് ഫീസിൻ്റെ സെക്ഷൻ വരുന്നതല്ല. ബാക്കിയുള്ള എല്ലാ കാൻഡിഡേറ്റ്സിനും നിർബന്ധമായിട്ടും ഫീസിൻ്റെ സെക്ഷൻ വരുന്നതാണ്. ബാക്കിയുള്ള എല്ലാ കാൻഡിഡേറ്റ്സും നിർബന്ധമായിട്ടും ഫീസ് അടച്ച് അതിൻ്റെ സ്റ്റാറ്റസും ചെക്ക് ചെയ്തിരിക്കേണ്ടതാണ്. ഏകദേശം 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കുന്നതിനായിട്ട് നിങ്ങൾ വീണ്ടും ഹോം പേജിലേക്ക് പോയി നിങ്ങൾക്ക് അവിടെ അതുവഴി ഫീസ് അടയ്ക്കാൻ സാധിക്കുന്നതാണ്. ഫീസ് നിങ്ങൾക്ക് ഓൺലൈൻ വഴിയും അതുപോലെ തന്നെ ഓഫ്ലൈൻ വഴിയും അടയ്ക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ മെത്തേഡ് ഏതാണോ ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഫീസ് അടയ്ക്കുക. ഫീസ് അടച്ച ശേഷം ഫീസിൻ്റെ സ്റ്റാറ്റസും ചെക്ക് ചെയ്തിരിക്കേണ്ടതാണ്. ഇങ്ങനെയാണ് 2022 SSC GD റിക്രൂട്ട്മെൻറ്റിന് അപേക്ഷിക്കേണ്ട ശരിയായ രീതി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.